ഞാൻ അഡ്വക്കേറ്റ് പുഷ്പരാജൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2004 വേൾഡ് ബാങ്ക് കൂടി പ്രസിദ്ധീകരിച്ച ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ടു റൂറൽ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ രചിച്ച പഞ്ചായത്ത് ഭരണം യന്ത്രവും തന്ത്രവും എന്ന ഗ്രന്ഥം റഫർ ചെയ്യുകയുണ്ടായി. അത് പഞ്ചായത്തിൻ്റെ ആവിർഭാവം മുതലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിച്ചിരുന്ന ഭാഗങ്ങൾ അതിൽ സൂചിപ്പിക്കുകയും ഉണ്ടായി. ഞാൻ തുടർന്ന് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് പേപ്പർ തയ്യാറാക്കി നൽകുകയും അതും ആ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതിലെ ഒരു സാരാംശം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും അവരെ വിജയിപ്പിച്ച വോട്ടർമാർക്കും സമർപ്പിക്കും. പഞ്ചായത്ത് ഭരണം ഭാരതീയ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. അത് ഋഗ്വേദ കാലഘട്ടം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ഭരണ രീതിയായിരുന്നു. പഞ്ച എന്ന സംസ്കൃത പദത്തിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത്. 5 പേരടങ്ങുന്ന ഗ്രാമസ്വയംഭരണ സമിതി എന്നാണ് അതിൻ്റെ അർത്ഥം. 5 പേരിൽ കൂടുതൽ ആയി വികസിച്ചപ്പോഴും പഞ്ചായത്ത് എന്നുള്ള നാമത്തിന് യാതൊരു ഊനവും തട്ടിയില്ല. പാഞ്ച് പരമേശ്വര എന്നാണ് അക്കാലത്ത് ഈ പഞ്ചായത്തുകളെക്കുറിച്ച് പഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്നത്. 5 പരമേശ്വരന്മാർ ഓരോ ഗ്രാമം ഭരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ തലവനെ അറിയപ്പെട്ടിരുന്നത് ഗ്രാമിണി എന്നായിരുന്നു. ആ ഗ്രാമഭരണ സമ്പ്രദായം അരാജനോ രാജകർത്ത എന്നാണ് അന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കിങ് മേക്കർ. അവരുടെ ഗ്രാമഭരണത്തിൽ ഒരു കാര്യത്തിലും രാജാവോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും ഘടകങ്ങളോ ഇടപെട്ടിരുന്നില്ല. എന്നാൽ തലവന് രാജഭരണ കാര്യങ്ങളിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ അരാജനോ രാജകർത്ത അല്ലെങ്കിൽ കിങ് മേക്കർ എന്ന അർത്ഥത്തിൽ വിളിച്ചു വന്നിരുന്നത്. അവിടെ ഈ പഞ്ചായത്ത് ഭരണ സമ്പ്രദായം ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ഋഗ്വേദം രചിച്ചതെന്ന് അവിതർക്കിതമാണ്. എന്നാൽ BC 600-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഗ്രീസിൽ ഭരണ സമ്പ്രദായം, ജനാധിപത്യ സമ്പ്രദായം ഉടലെടുക്കുന്നത്. അങ്ങനെ പ്രത്യക്ഷ ജനാധിപത്യ സമ്പ്രദായം ഗ്രീസിൽ 6-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. എന്നാൽ ഭാരതത്തിൽ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രാമഭരണ സമ്പ്രദായം ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഋഗ്വേദ കാലഘട്ടം മുതൽ നിലവിലിരുന്നു. സന്ധ്യമയങ്ങുന്ന നേരത്ത് ഒരാൽത്തറയുടെ ചുവട്ടിൽ ഗ്രാമവാസികൾ സമ്മേളിക്കുകയും ഗ്രാമവൃദ്ധൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമഭരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. അതിൽ ഈ ഗ്രാമത്തലവൻ ഒരു കാരണവരായിരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് കാര്യങ്ങളെല്ലാം ഏതാണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ക്ഷേത്ര സങ്കേതങ്ങളായിരുന്നു അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സ്ഥാനം. ഈ ക്ഷേത്രത്തിൻ്റെ ചുവട്ടിൽ, ആൽത്തറ ചുവട്ടിൽ സന്ധ്യമയങ്ങുന്ന നേരത്ത് കൂടിയിരുന്ന ഗ്രാമകാര്യങ്ങൾ
ചർച്ച ചെയ്യുകയും അത് അവർ നടപ്പിലാക്കി വരികയും ചെയ്തിരുന്നു. രാജാവോ രാജവംശമോ രാജനീതിയോ മാറി മറിഞ്ഞു എങ്കിലും അവയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രതിബന്ധവും ഉണ്ടായില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഗവർണറായിരുന്ന മെറ്റ്കഫെ അത്തരം ഗ്രാമഭരണ സമ്പ്രദായത്തെ ഗവേഷണം നടത്തിയ ശേഷം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊരു ലിറ്റിൽ റിപ്പബ്ലിക്കായിരുന്നു. ഭാരതത്തിൽ മുഴുവൻ ലിറ്റിൽ റിപ്പബ്ലിക്കുകളുടെ ഒരു പ്രവർത്തനം ശക്തിപ്പെട്ടിരുന്നു. ആ ഭരണസമ്പ്രദായത്തിലെ വിദേശീയരായിട്ടുള്ള ആളുകൾ വരെ ഇവിടെ വന്നിട്ട് അത് പുകഴ്ത്തിയിട്ടുണ്ട്. ഗ്രീസിൻ്റെ വൈസ്രോയി ആയിരുന്ന മെഗസ്തനീസ് തൻ്റെ ഇൻഡിക്ക എന്ന പുസ്തകത്തിൽ ഭാരതത്തിൽ നിലവിലിരുന്ന പഞ്ചായത്ത് ഭരണ സമ്പ്രദായത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ചീന സഞ്ചാരിയായിരുന്ന പാഹിയാൻ ഈ പഞ്ചായത്ത് ഭരണ സമ്പ്രദായത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ മൗര്യ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പഞ്ചായത്ത് ഭരണത്തെ അത് എങ്ങനെ നടത്തണം, അതെന്തെല്ലാം ചുമതലകളായിരിക്കണം എന്നും പ്രതിപാദിക്കുന്നുണ്ട്. ഈ മൗര്യൻ്റെ ഭരണകാലം കഴിഞ്ഞ് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഒരു സുവർണ കാലഘട്ടം പഞ്ചായത്ത് സംവിധാനത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഏജ് ഓഫ് പഞ്ചായത്ത് രാജ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഈ പഞ്ചായത്തുകൾ AD 1-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള സംഘകാല കൃതികളിൽ അകനാനൂറ് പുറനാനൂറ് എന്നീ കൃതികളിലെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം. അത് വിനോദം, കാർഷിക മേഖല, ജലസേചനം, വിദ്യാഭ്യാസം, വിനോദം എന്നീ കാര്യങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്തിരുന്നു. തമിഴകത്തിലെ ഈ പഞ്ചായത്തുകളെ അറിയപ്പെട്ടിരുന്നത് അറം വളർക്കും മന്ത്രമെന്നാണ്, അല്ലെങ്കിൽ ഉലക അറവൈ, നീതിയുടെ ഇരിപ്പിടം, ലോകനീതിയുടെ ഇരിപ്പിടം എന്ന് അറിയപ്പെട്ടിരുന്നു. ആ പഞ്ചായത്ത് ഭരണ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അംബേദ്കറും നെഹ്റുവും ഗാന്ധിജിയുടെ ആ അഭിപ്രായത്തോട് യോജിച്ചില്ല. ബാപ്പുവിൻ്റെ ആശയം പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. പിന്നീട് അവർക്ക് മനസ്സിലാകുകയും അവർ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്നും നിലവിൽ വന്നിട്ടില്ല. അദ്ദേഹം നിലവിൽ വരാൻ ഉദ്ദേശിച്ചത് ഒരു പിരമിഡിയൻ പഞ്ചായത്ത് ഭരണ സമ്പ്രദായമാണ്. എല്ലാ അധികാരങ്ങളും ഗ്രാമപഞ്ചായത്തുകൾക്ക്. ആ ഗ്രാമപഞ്ചായത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനു മുകളിലുള്ള ഒരു തട്ട് പഞ്ചായത്തിന്, മധ്യതല പഞ്ചായത്തിന്. അവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് ജില്ലാതല പഞ്ചായത്തിന്. അത് ജില്ലാതല പഞ്ചായത്തിന് കൈകാര്യം കഴിയാത്തത് സ്റ്റേറ്റ് പഞ്ചായത്തിന്. സ്റ്റേറ്റ് പഞ്ചായത്തിന് കൈകാര്യം ചെയ്യാത്തത് യൂണിയൻ ഗവൺമെൻറ്റിന്. ഇങ്ങനെയുള്ള ഒരു പിരമിഡിയൽ സമ്പ്രദായമാണ് ഗാന്ധി വിഭാവന ചെയ്തത്. അതൊന്നും വന്നിട്ടില്ല. പക്ഷേ ഗാന്ധിയുടെ ആശയങ്ങൾ, ഗ്രാമോദ്ധാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചൈന പകർത്തുകയും ചൈനയിൽ അതനുസരിച്ച് ഗ്രാമവികസനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭരണം ഇപ്പോൾ ഗ്രാമവികസനം ഇത് വന്നിട്ടുള്ളത് 73-74 ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയോടുകൂടിയാണ്. ഈ ഭേദഗതിയിൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നെങ്കിലും ഇതിൻ്റെ അധികാരം മുഴുവനും പഴയ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ള അധികാരങ്ങൾ കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഇന്നും കൈമാറിയിട്ടില്ല. പഞ്ചായത്ത് ഭരണം ശക്തിപ്പെടുന്ന അവസരത്തിൽ അത് പരിശോധിക്കാം എന്നാണ് അപ്പോ കമ്മിറ്റിയുടെ
റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചുകൊണ്ട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉള്ള ഒരു പഞ്ചായത്ത് ഭരണം ഇന്നും ശക്തിപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം വേണ്ടത്ര ഉയർന്ന് വരാത്തതുകൊണ്ട് പല അധികാരങ്ങളും അവൾക്ക് നൽകിയിരുന്നവ ഇല്ലാതായി പോയിട്ടുണ്ട്. ജലസേചനം, അതുപോലെ തന്നെ പുറമ്പോക്കുകൾ, നദികൾ, മണൽ, പിന്നെ വ്യവസായം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പഞ്ചായത്ത് രാജ് സമ്പ്രദായം വന്ന കാലത്ത് പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നെങ്കിലും അവയെല്ലാം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവരുടെ ഭരണപ്രവർത്തനം ചിട്ടപ്പെടുത്തേണ്ടത്. ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പൽ നിയമവും അനുശാസിക്കുന്നത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഷെഡ്യൂൾ അനുസരിച്ച് നൽകിയിട്ടുള്ള ആ നിയമത്തിലെ ഷെഡ്യൂൾ അനുസരിച്ച് നൽകിയിട്ടുള്ള അധികാരങ്ങളിൽ കവിഞ്ഞ ഒന്നും അവർക്ക് ചർച്ച ചെയ്യുവാൻ അധികാരമില്ല. അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുവാൻ പോലും കാലികമായ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്യുന്നതിന് പോലും അവർക്ക് അധികാരം നൽകുന്നില്ല. അപ്പോൾ പിന്നെന്തിനാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു രാഷ്ട്രീയ തൊട്ടുകൂടായ്മ? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിൻ്റെ അതിർവരമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വികസനമാണ്, അത് നാടിൻ്റെ നന്മയാണ്. അത് പ്രാവർത്തികമാക്കുന്നതിന് രാഷ്ട്രീയം മറന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് രൂപവൽക്കരിക്കേണ്ടത്. അങ്ങനെ രൂപവൽക്കരിക്കുന്നതിന് ഉള്ള അവരുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ ഇനി 5 വർഷം ഉണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മാത്രമല്ല അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാവി നിശ്ചയിക്കും. നന്ദി.